ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് റാഡിഷാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്കിന്ന് റാഡിഷും ക്യാരറ്റും ഉപയോഗിച്ച് ഒരു തോരൻ ഉണ്ടാക്കിയാലോ. ഈ റാഡിഷാണെങ്കിൽ ദഹനത്തിന് സഹായിക്കുന്നു, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, അതുപോലെ നമ്മുടെ ഹാർട്ടിനും നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളുന്നതിനും സഹായിക്കുന്നതാണ് ഈ റാഡിഷ്. അതിന് ഞാൻ ഈ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റാഡിഷ് എടുത്തിട്ടുണ്ട്. അതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഒരു ക്യാരറ്റ്, അതിനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു സവാള വേണം. ഒരു കപ്പ് തേങ്ങ എത്ര വേണേലും ചേർക്കാം. ഒരു അര കപ്പ് സാമ്പാർ പരിപ്പാണ് വേവിച്ചെടുക്കേണ്ടത്. സാമ്പാർ പരിപ്പാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ജീരകപ്പൊടിയാണ് ഇത്, കടുകും ഉഴുന്നും. നമുക്ക് ഇത്രയും വേണം. ഏതൊക്കെയാണ്? റാഡിഷ്, ക്യാരറ്റ്, തേങ്ങ, ഉള്ളി, അതുപോലെ സാമ്പാർ പരിപ്പ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. എണ്ണ ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ കടുകും ഉഴുന്നും കൂടെ നമുക്ക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ ചേർക്കണം. പച്ചമുളക് കൂടെ ചേർക്കണം. അത് കഴിഞ്ഞ് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് ആദ്യം നമുക്ക് റാഡിഷ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർക്കാം. അത് കഴിഞ്ഞ് ക്യാരറ്റ്. ഇതിനെ നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം റാഡിഷിൽ ധാരാളം വെള്ളമുണ്ട്, ക്യാരറ്റിലും വെള്ളമുണ്ടല്ലോ. അതുകൊണ്ടാണ്. ഇതിൻ്റെ കൂടെ ജീരകപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇതിനെ കുക്ക് ചെയ്യേണ്ടത്. റാഡിഷും ക്യാരറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ് ചേർക്കണം, തേങ്ങ ചേർക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ ഇതേപോലെ തന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതിനെ വഴറ്റണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ റാഡിഷ് ക്യാരറ്റ് തോരൻ തയ്യാറായി. ഇത് വളരെ രുചികരമാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.